കേരളം കുറച്ച് ദിവസമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്നലെ ഇപ്പോൾ വയനാട് ദുരന്തം അല്ലെങ്കിൽ വയനാട് മണ്ണിടിച്ചിൽ വരുന്നതിന് തൊട്ട് മുൻപ് വരെ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത് അദാനിയും വിഴിഞ്ഞവും മുഖ്യമന്ത്രി വി ഡി സതീശനുമായിരുന്നു. എന്താണ്, അദാനിക്ക് വേണ്ടിയാണോ, അദാനിക്ക് കേരളത്തെ തീരെഴുതി കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണോ കേരളത്തിൻ്റെത് എന്നൊക്കെ ചോദിച്ചു വലിയ രീതിയിൽ വിമർശനങ്ങളും പോസിറ്റീവായും നെഗറ്റീവായും ചർച്ചകൾ നടന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, വ്യക്തമായ മറുപടിയുമായിട്ടായിരിക്കും മുഖ്യമന്ത്രി വരിക. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറയുമ്പോൾ വ്യക്തമായ മറുപടി ഉണ്ടായിരിക്കും. അത് തിരിച്ചടിയാകാൻ പോകുന്നത് CPM-നാണെന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനം അത് കൃത്യമായില്ലേ? കുറച്ചു ദിവസമായി മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വാർത്താ സമ്മേളനം കാണാതെ ജനങ്ങൾ ഒരു ഗ്യാപ്പിൽ നിൽക്കുമായിരുന്നു, ഒരു പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു ഒരു മറുപടി ഉണ്ടാവും. കാരണം വിഴിഞ്ഞത്തിന്റെ ഉണ്ട്, പിന്നെ പല സംഭവങ്ങളും ഉണ്ടായല്ലോ അതിനുശേഷം. അതിനൊക്കെ ഒരു മറുപടി കേൾക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി വന്നു, വാർത്താ സമ്മേളനം വന്നു. പ്രധാനപ്പെട്ട 1-2 ചോദ്യങ്ങളാണ്. എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. കാരണം എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞു വിശദീകരിക്കുകയാണ്. പല പരിപാടികളും നടക്കുന്നുണ്ട് ഇവിടെ, നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് പോലെയല്ല സംഭവങ്ങൾ എന്നുള്ള വിശദീകരണങ്ങളാണ്. അതിനകത്ത് വേറൊരു കാര്യം ചോദിക്കുന്നത്, ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്, വിഴിഞ്ഞം പദ്ധതിയിൽ ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കും. അത് മാധ്യമപ്രവർത്തകരോടാണ് ചോദിച്ചത്. അപ്പം മാധ്യമപ്രവർത്തകരോട് പറയും, നിങ്ങൾ പറ എന്ത് തെറ്റാണ് ഈ സർക്കാർ ചെയ്തതെന്ന്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ഒന്നും പറയാനില്ല. ഓരോരുത്തരുടെ പേരെടുത്തൊക്കെ ചോദിച്ചു, ഒന്നും പറയാനില്ല അവർക്ക്. അതിനുശേഷമാണ് ഈ വിശദീകരണം തുടങ്ങുമ്പോൾ വിഴിഞ്ഞത്ത് സർക്കാർ നടപടിക്രമങ്ങൾ പാലിച്ചതിനെ കുറിച്ചും അതിനു മുമ്പ് ഉണ്ടായ ഈ അദാനിയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതിന്റെ കൂടെ കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിൽ വന്നിരിക്കുന്ന വാർത്ത ഉൾപ്പെടെ കാണിക്കുകയും ചെയ്യും. ഇത് ഇങ്ങനെയാണ്, ഇതിനു മുമ്പേ ദേശാഭിമാനിയിൽ വന്നു എന്നൊക്കെ. അതാണ് നേരത്തെ പറഞ്ഞത്, ഇത് നേരത്തെ CPM-ന് തിരിഞ്ഞുകൊണ്ടായിരിക്കും വി ഡി സതീശൻ മറുപടി കൊടുക്കുക എന്നുള്ളത്. അതേപോലെ തന്നെയാണ് സംഭവിച്ചത്. അപ്പൊ ഇത്തരം ഒരു പരാമർശം നടത്തുന്നതോടുകൂടി ഇത് മാത്രമല്ല, വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഇപ്പൊ അതിനകത്ത് പറയുന്നുണ്ട്, അദാനിക്ക് ഷെയർ കൈമാറ്റത്തെക്കുറിച്ച് ഫൈനലൈസേഷൻ ആയിട്ടില്ലെന്ന് പറഞ്ഞു. അത് ആയിട്ടില്ല, സർക്കാർ അദാനിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇതിനൊരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്, അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതോടുകൂടി ഈ വിഴിഞ്ഞം പദ്ധതിയിൽ സർക്കാർ വ്യക്തമായ ധാരണയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ല, സർക്കാർ വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് വിഴിഞ്ഞം പദ്ധതിയിൽ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ സർക്കാരിന് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ പോലും മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, ഈ സർക്കാർ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ എന്ന് ഈ വിഷയത്തിൽ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് പാർട്ടിക്കകത്ത് നിന്ന്, ഞാൻ പറയുന്നു സാധാരണക്കാരായ ജനങ്ങളല്ല പറയുന്നത്, KC വേണുഗോപാൽ അടക്കമുള്ളവർ വിമർശിക്കുമ്പോൾ സർക്കാർ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കുന്നതിനൊരു അർത്ഥമുണ്ടോ? അതുണ്ട്, അത് അവരോടുള്ള കൂടി ഒരു ചോദ്യമാണ്. ഇതൊരു മാധ്യമപ്രവർത്തകരോട് മാത്രമുള്ള ഒരു ചോദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം വി ഡി സതീശൻ പറഞ്ഞതും ചെയ്തതും ശരിയാണെന്നുള്ളത് മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് പറയാണ്. ഈ ചോദ്യം KC വേണുഗോപാലിനോട് കൂടിയായിരിക്കും, VM സുധീരൻ ഉൾപ്പെടെ ഈ മുഖ്യമന്ത്രിയെ വിമർശിച്ചവരുൾപ്പെടെ ആയിരിക്കും ഈ ചോദ്യം ചോദിച്ചിട്ട്. അല്ല, മറുവശത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ. പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട 3 വകുപ്പുകൾ മുഖ്യമന്ത്രി എന്നുള്ളത് മാറ്റി നിർത്തിയുള്ള 3 വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് വി ഡി സതീശൻ തന്നെയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ധനകാര്യ വകുപ്പ്, ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു, സാമ്പത്തിക സ്ഥിതി വെച്ച് അദ്ദേഹത്തിന് നന്നായി ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നൽകിയിട്ടുള്ളത്. എന്നാൽ ബാക്കി വകുപ്പുകളുടെ കാര്യത്തിൽ അപ്പോൾ ചോദിച്ചത്, പിണറായി വിജയൻ ഇത് പറയാൻ നാണമില്ല, അദ്ദേഹം എത്ര വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു? മുഖ്യമന്ത്രിയായിരുന്നു. 25ഓളം. അങ്ങനെ പരസ്പരം എല്ലാ കാര്യത്തിനും താരതമ്യം ചെയ്യാനാണോ? അല്ലെങ്കിൽ കഴിഞ്ഞ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്തു, ഞാനും ചെയ്താൽ എന്ത് തെറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു മാറ്റത്തിന് ജനങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ, തുടർഭരണം നൽകിയാൽ മതിയല്ലോ. എല്ലാ കാര്യത്തിനും എന്താണ് വ്യക്തമായ മറുപടി പറയുന്ന, പഠിച്ചു പോയിന്റുകൾ പറയുന്ന വി ഡി സതീശൻ പറയുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പോലും കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്ന സതീശന് പിഴച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ സർക്കാരിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രി ഒരു പരാജയം ആയതുകൊണ്ടാണ് ജനങ്ങൾ മാറി ചിന്തിച്ചത്. അല്ലാതെ അവിടെ കോൺഗ്രസിന്റെ UDF-ന്റെയും കഴിവിനപ്പുറത്തേക്ക് ആ സർക്കാരിനെ മടുത്തത് കൊണ്ടാണ്. അതേ നയങ്ങളും അതേ രീതിയും പിന്തുടരാനാണെങ്കിൽ പിന്നെ പുതിയൊരു സർക്കാരിന്റെ ആവശ്യമില്ലല്ലോ. അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല. ഞാൻ ഇത് മുൻകൂട്ടി കണ്ടതല്ല, പാർട്ടി തീരുമാനിച്ചു, അല്ലെങ്കിൽ ഇത്തരം വകുപ്പുകൾ എനിക്ക് വേണമെന്ന് ഞാൻ തീരുമാനിച്ചു, അത് പാർട്ടിയോട് അറിയിച്ചു എന്ന് പറയുന്നത് ന്യായമാണ്. മറിച്ച് മുൻ മുഖ്യമന്ത്രിയെ വെച്ച് താരതമ്യം ചെയ്യണം. മുഖ്യമന്ത്രി 25 വകുപ്പ് കൈകാര്യം
കൈകാര്യം ചെയ്തില്ല, എനിക്ക് കൈകാര്യം ചെയ്തൂടെ എന്ന് ചോദിക്കുന്നത് പൊതുജനങ്ങൾ അംഗീകരിക്കുന്ന കാര്യമല്ല. അത് അങ്ങനെ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വി ഡി സതീശനെ പോലുള്ള ഒരാളുടെ ഭാഗത്ത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണ് അങ്ങനെ ചോദിക്കുന്നത്. കാര്യം എവിടെയൊക്കെ എങ്ങനെയൊക്കെ സംസാരിക്കണം, എങ്ങനെ സംസാരിച്ചാൽ ആർക്ക് കൊള്ളുമെന്ന് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. പിന്നെ ദേശാഭിമാനി ഉയർത്തി കാണിച്ചു, അല്ലെങ്കിൽ ദേശാഭിമാനിയിൽ ഈ വാർത്ത വന്നു, കഴിഞ്ഞ LDF സർക്കാരിൽ അത് പങ്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലും ദേശാഭിമാനിയെ മുൻനിർത്തി സർക്കാരിന് മുഖ്യമന്ത്രിക്കും ഈ വിഷയത്തിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ ദേശാഭിമാനിയിൽ ഈ വാർത്ത വന്നോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ വാർത്ത വന്നിട്ടുണ്ടാകാം മറ്റു മാധ്യമങ്ങൾക്ക് കിട്ടുന്നതിന് മുൻപ് ദേശാഭിമാനിക്ക് ഇത് എങ്ങനെ കിട്ടി, LDFുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് എങ്കിൽ അതൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ പൂർണ്ണമായി താൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നും അദാനിയുമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കരാറൊന്നും തനിക്ക് അറിയില്ലായിരുന്നു എന്നും ആദ്യം പറഞ്ഞത് മാധ്യമങ്ങളിൽ കണ്ടാണ് അറിഞ്ഞത്, UDFന് താല്പര്യമില്ല എങ്കിൽ ചർച്ച നടത്തുമെന്നും അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും ദേശാഭിമാനിയെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ദേശാഭിമാനിയിൽ വന്നു എന്ന് പറഞ്ഞ് പൂർണ്ണമായി LDFന്റെ മേലിൽ ചാരാനാകില്ല. അല്ലെങ്കിൽ വ്യക്തമായി വി ഡി സതീശൻ പറയണം LDFന് എന്തെങ്കിലും ബന്ധമുണ്ട് അല്ലെങ്കിൽ അവരുടെ കാലത്താണെന്നുള്ള കാര്യം. ദേശാഭിമാനി പത്രത്തിന്റെ പേര് ഉയർത്തിക്കാട്ടി സർക്കാരിന് ഈ വിഷയത്തിൽ നിന്ന് തടി ഊരാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അത് സർക്കാരിന് തന്നെ തിരിഞ്ഞു കൊത്തും. ഇതിലിപ്പോ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ വി ഡി സതീശൻ തൽക്കാലത്തേക്ക് ഒരു മറുപടി കൊടുത്ത് രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിന്റെ കൂട്ടത്തിൽ LDFനിട്ടൊരു കൊട്ടു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഇപ്പൊ എന്ത് തന്നെയാണെങ്കിലും വിഴിഞ്ഞം ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇനിയും ചർച്ചകൾ വരും, വാദപ്രതിവാദങ്ങൾ വരും. ഈ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോ മുഖ്യമന്ത്രി വി ഡി സതീശന് കത്തയച്ചു എന്ന് പറയുന്നു. വിഴിഞ്ഞം എന്തൊക്കെയാണ് ഇനി നടക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കത്തയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനുള്ള മറുപടി എന്താവും എന്നുള്ളത് നമുക്ക് അറിയില്ല. അതുപോലെ തന്നെ ദിവ്യ സയ്യരെ മാറ്റിയതുമായി, വിഴിഞ്ഞത്തു നിന്ന് മാറ്റിയതുമായി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് LDF ഹാൻഡിലുകളൊക്കെ നന്നായി കത്തിക്കുന്നുണ്ട്. അദാനിക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് വി ഡി സതീശൻ ദിവ്യയെ മാറ്റിയത് എന്ന് പറയുമ്പോൾ പോലും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു മറുപടി ഉണ്ട്. ദിവ്യ മാത്രം, അത് ന്യായമാണെന്ന് പറയും. ദിവ്യ മാത്രമല്ല മാറ്റിയത്, മറ്റുള്ളവരെ മാറ്റിയിട്ടുണ്ട്, മറ്റുള്ളവരൊന്നും കത്ത് നൽകിയവരല്ലല്ലോ എന്ന് പറയുമ്പോൾ അത് ന്യായമെന്ന് പറയുമ്പോൾ, മറുവശത്ത് അല്ലെങ്കിൽ തന്നെ ദിവ്യ മാത്രമാണ് മാറ്റിയതിലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ എന്താണ് അധികാരത്തിന്റെ, എനിക്ക് അധികാരമുള്ളത് കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്നൊരു ധ്വനി സാധാരണക്കാരായ ജനങ്ങൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു മാസമാകുമ്പോൾ ഇത്തരം ധ്വനികളും ഏകാധിപത്യ ശൈലിയുമാണെങ്കിൽ ഈ സർക്കാരിനെ 5 വർഷം ജനങ്ങൾ എങ്ങനെ നോക്കിക്കാണുമെന്നുള്ളതൊക്കെ ചിന്തിക്കണം. അദ്ദേഹം വേറൊരു രീതി അല്ലെങ്കിൽ മോശമായ ഒരു ഇന്റൻഷൻ വെച്ചിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ കൂടിയും അത്തരം രീതികൾ ശരിയല്ല. അത്തരം രീതികൾ കേരളത്തിലെ ജനങ്ങൾ 10 വർഷം കൊണ്ട് മടുത്തത് കൊണ്ട് തന്നെയാണ് പുതിയൊരു സർക്കാർ അധികാരത്തിലേക്ക് കയറിയത്. അത്തരം കാര്യങ്ങൾ വന്നപ്പോൾ ഒരു ധാർഷ്ട്യത്തിന്റെ ഒരു സ്വരം വരുന്നുണ്ടോ എന്നുള്ള ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ ഒരു ചിന്ത ജനങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ പലരും പറഞ്ഞു ഇതൊരു പിണറായിയായി മാറും, വലിയ താമസമില്ല, ഈ കരഘോഷം വിളിച്ച് ഇദ്ദേഹത്തെ മുഖ്യമന്ത്രി ആയവർ തലയിൽ കൈ കൊടുക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ തലയിൽ കൈവെക്കേണ്ട സാഹചര്യം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് എന്ന് അത് സർക്കാർ തന്നെയാണ് ആത്മപരിശോധന നടത്തേണ്ടത്. കാര്യം ഒരു സർക്കാരിനെയും വിലയിരുത്താനുള്ള സമയമായിട്ടില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറുവശത്ത് ഇത്തരം കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ടെന്ന് സർക്കാർ ഓർക്കുന്നത് നന്നായിരിക്കും.